വരുമ്പോൾ കോഡിംഗ് ജോലികൾ ഇല്ലാതാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നോ? എന്നാൽ സത്യം നേരെ തിരിച്ചാണ്. AI വന്നതോടുകൂടി ഈ 2025-ലും 2026-ലും ടെക് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയ ഒരു നിയമന മേള തന്നെയാണ്. അതെ, ഇന്ന് കമ്പനികൾക്ക് വേണ്ടത് കേവലം കോഡിംഗ് മാത്രം ചെയ്യുന്ന ആളുകളെയല്ല, മറിച്ച് AI-യുടെ സഹായത്തോടെ 10 മടങ്ങ് വേഗത്തിൽ കോഡ് ചെയ്യാൻ കഴിവുള്ള സൂപ്പർ കോഡേഴ്സിനെയാണ്. ഇനി നമുക്ക് കണക്കുകളൊന്ന് നോക്കാം. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2026ഓടുകൂടി 9,70,00,000 പുതിയ നിയമനങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ നാസ്കോമിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2026ഓടുകൂടി 10 ലക്ഷത്തിലധികം പുതിയ നിയമനങ്ങൾ ഇന്ത്യയിലേക്ക് വരും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 10 ലക്ഷത്തിലധികം അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആരെല്ലാമാണ് ഈ ജോലികൾ നൽകുന്നത്? ടെക് ലോകത്തെ ഭീമന്മാരായിട്ടുള്ള ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ആമസോൺ എന്നിവർക്ക് AI എഞ്ചിനീയർ, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്ക് നിരവധി ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ ഗൂഗിളിന്റെ ജെമിനി, മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റ്, OpenAIയുടെ ChatGPT എന്നിവ കോഡിംഗ് രീതികളെ തന്നെ മുഴുവനായി മാറ്റിമറിച്ചു കഴിഞ്ഞു. രണ്ടാമതായി നമ്മുടെ നാട്ടിലെ തന്നെ പ്രമുഖ കമ്പനികളായിട്ടുള്ള ഇൻഫോസിസ്, TCS, HCL പോലുള്ളവയാണ്. ഇവർ ഇപ്പോഴുള്ള അവരുടെ എംപ്ലോയീസിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതുതായി ജോയിൻ ചെയ്യുന്നവരിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിജ്ഞാനം തന്നെയാണ്. അതേപോലെ നിങ്ങളൊരു ജാവ ഡെവലപ്പർ ആണെങ്കിൽ AI-യുടെ സഹായത്തോടെ എങ്ങനെ ജാവ കോഡിംഗ് കൂടുതൽ പ്രൊഡക്റ്റീവായി, കൂടുതൽ സ്പീഡായി ചെയ്യാം എന്നതാണ് നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ടത്. GitHub, കോപൈലറ്റ് പോലെയുള്ള ടൂളുകൾ യൂസ് ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വലിയൊരു പ്ലസ് ആയിട്ടാണ് കമ്പനികൾ ഇന്ന് കണക്കാക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് AI അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളാണ്. ഇവർക്ക് തികച്ചും വ്യത്യസ്തമായ തസ്തികകളിലേക്ക്, അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയർ പോലെയുള്ള ജോലികളിലേക്കാണ് ഒഴിവുള്ളത്. AI ടൂളുകളോട് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് കൃത്യമായ ഉത്തരം വാങ്ങിക്കുകയാണ് ഈ റോളുകളുടെ പ്രധാന ജോലി. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, 2025-ലും അതുപോലെ 2026-ലും AI കാരണം ജോലി ഇല്ലാതാവുകയല്ല, മറിച്ച് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ അവസരങ്ങളൊക്കെ തന്നെ AI ലേണിംഗ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും. അപ്പോൾ AI അസിസ്റ്റഡ് ഡെവലപ്മെന്റിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതേപോലെ AI കൊണ്ടുവരുന്ന ഈ ഒരു വിപ്ലവത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ. ഇതേപോലെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.